നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട കെ പി ലോറൻസിനെ അനുസ്മരിക്കുന്നതിനും അദ്ദേഹത്തോടുള്ള നമ്മുടെ സ്നേഹാദരങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നതിനും ഇവിടെ കൂടിയിട്ടുള്ള ഈ കൂട്ടായ്മയുടെ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ തങ്കപ്പൻ, സംസ്ഥാനത്ത് നിയമസഭാ സാമാജികനായി, സംസ്ഥാനത്ത് റവന്യൂ മന്ത്രിയായി, പാർലമെന്ററി രംഗത്തും ഭരണതലത്തിലും പ്രവർത്തിക്കുകയും CPIയുടെ താഴെ തലം മുതൽ ദേശീയ തലം വരെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള എൻ്റെ കാലത്തെയും സുഹൃത്ത് പ്രിയപ്പെട്ട ശ്രീ കെ, ആദരണീയനായ പാലക്കാട്ട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരിക്കൽ തിരുമേനി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ ജബ്ബാർ സാഹിബ്, കെ പി ലോറൻസിനോടൊപ്പം വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള പാലക്കാട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ശ്രീ കെ എ ചന്ദ്രേട്ടനും കബീർ മാഷും PJ ജോർജും ഉൾപ്പെടെയുള്ള ഒരു നിരയാണ് മുൻപോട്ട് വന്നിട്ടുള്ളത്. ആദ്യകാലം മുതൽ യൂത്ത് കോൺഗ്രസ് നേതാവായും പാർലമെന്റേറിയനായി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഫലപ്രദമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള പ്രിയ സഹോദരൻ ശ്രീ കബീർ മാസ്റ്റർ, ഇന്നും ഗാന്ധിയൻ ആശയങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ, സംഘാടക സമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അനുജൻ ശ്രീ KC പ്രീത്, ഇവിടെ ഈ സംഘാടക സമിതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ KV കണ്ണൻ, തൃശൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനും, ഞാനൊക്കെ തൃശൂരിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അന്ന് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നിയോഗിക്കപ്പെട്ടു. സെന്റ് തോമസിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി വന്നു. KSU ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്നതിന് അന്ന് സ്റ്റേറ്റ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് എന്നെയാണ്. അന്ന് ഞങ്ങൾ ചേർന്ന തൃശൂർ ജില്ലാ KSU പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുള്ള സദീഖ് വെളിയത്തിൽ എന്നായിരുന്നു അദ്ദേഹം അക്കാലത്ത് അറിയപ്പെട്ടത്. ഇപ്പോൾ പ്രൊഫസർ ജോൺ ശ്രീയക്കാണ്. എഴുത്തുകാരനാണ്, രാഷ്ട്രീയ നേതാവാണ്, സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നു പ്രൊഫസർ ജോൺ ശ്രീയക്ക്. ഈ സദസ്സിനെ സമ്പന്നമാക്കുന്ന സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട കെ പി ലോറൻസിന്റെ കുടുംബാംഗങ്ങളെ, അഭിനന്ദനായ വികാരിയച്ച സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാം എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന കെ പി ലോറൻസ്
ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് ഇന്നേക്ക് 41-ാം ദിനമാണ്. ഇന്നേ ദിവസം അദ്ദേഹത്തിന്റെ സ്മരണയെ മുൻനിർത്തി ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ തന്നെ KP ലോറൻസിന്റെ ഉറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചതാണ്. ഏറ്റവും ഉചിതമാണ്. കാരണം KP ലോറൻസ് ആരാണ്, എന്താണ്, അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനകൾ ഈ സമൂഹത്തിന്, ജനതയ്ക്ക് എത്രമാത്രം നൽകിയിട്ടുണ്ട് എന്ന് ഒന്ന് അയവിറക്കാനും അനുസ്മരിക്കാനും പുതിയ തലമുറയ്ക്ക് അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞുകൊടുക്കാനും ഇതുപോലുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഗോപി മാഷ് ഇവിടെ അവതരിപ്പിച്ച അനുശോചന പ്രമേയം അതിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങളൊക്കെ സ്പർശിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ഈ വേദിയിലും സദസ്സിലുമുള്ള ഒരുപാട് പേർക്ക് KP ലോറൻസിനെ കുറിച്ച് പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ KP ലോറൻസിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്, ഞാനിന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. തൃശൂർ ജില്ല KSU പ്രവർത്തകനാണ്. അന്ന് ശ്രീ മാഷ്ക്ക് ശേഷം പിന്നീട് KSU ജില്ലാ പ്രസിഡന്റായി ഞാൻ വന്ന ഘട്ടത്തിലാണ് ലോറൻസിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയുന്നത്. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരള വിദ്യാർത്ഥി യൂണിയൻ സംസ്ഥാനത്തൊട്ടാകെ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നൊരു കാലമാണ്. KSUവിന്റെ ആവിർഭാവത്തിന് ശേഷം 62-ലെ തലശ്ശേരി സമ്മേളനം വരെ വളരെ ഊർജിതമായി പോയിരുന്നു. വിദ്യാർത്ഥികളുടെ ഒരു മഹാപ്രസ്ഥാനമായി വളർന്നിരുന്നു. പക്ഷെ ഇടക്കാലത്തൊരു ചെറിയ മാന്ദ്യം വന്നു. അതേ തുടർന്നാണ് പിന്നീട് ശ്രീ വയലാർ രവി വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് പുതിയ കമ്മിറ്റി വന്നു. KSU പ്രവർത്തനം വീണ്ടും ഊർജിതമാക്കിയത്. അന്ന് കേരളത്തിലെ എല്ലായിടത്തും KSU സജീവമായി മുന്നോട്ട് പോയിരുന്നു. അതേസമയം പാലക്കാട് ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട്. പാലക്കാട് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അന്ന് കോൺഗ്രസ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കോൺഗ്രസ് എന്ന പേരിലാണ് സംഘടിച്ചു മുന്നോട്ട് പോയിരുന്നത്. പഴയകാലത്തെ സ്റ്റുഡൻസ് കോൺഗ്രസിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിച്ചത്. പിൽക്കാലത്ത് KSUവിന്റെ നേതൃത്വത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റായിരുന്ന കാലത്ത് അന്ന് നടന്ന മുരളി സമരം സംസ്ഥാനത്തെ പിടിച്ചു കുലുക്കിയിരുന്നു. ആദരണീയനായ EMS ആണ് മുഖ്യമന്ത്രി. ആ സർക്കാരിന്റെ കാലത്ത് വിദ്യാർത്ഥിയായ മുരളി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ നിന്നും ഉയർന്ന ശക്തമായ ഒരു വികാരം, അത് വലിയ പ്രതിഷേധമായി കേരളം വ്യാപകമായി ആഞ്ഞടിച്ചു. അതേ തുടർന്നാണ് പിന്നീട് പാലക്കാട് ശ്രീ AK ആന്റണിയും ശ്രീ വയലാർ രവിയും, വയലാർ രവി നേരിട്ട് വന്നിരുന്നില്ല, അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, ശ്രീ ആന്റണിയും ഉമ്മൻചാണ്ടിയും അവരോടൊപ്പം വന്ന് ഞാനും ഉണ്ടായിരുന്നു.
പാലക്കാട്ട് വന്ന് ശ്രീ കെ ശങ്കരനാരായണൻ പാലേട്ടൻ എന്നിവരുമായി സംസാരിച്ചു. അത് KPCC അധ്യക്ഷനായിട്ടുള്ള അബ്രഹാം മാഷയുടെ പൂർണ്ണമായ അനുഗ്രഹവും പിന്തുണയും സാന്നിധ്യവുമൊക്കെ ആ ചർച്ചകൾക്ക് വളരെ ഊർജം പകർന്നിരുന്നു. അന്ന് വിദ്യാർത്ഥി കോൺഗ്രസ് തിരുവനന്തപുരത്തും പാലക്കാട്ടും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി കോൺഗ്രസ് KSUവിൽ ലയിച്ചു. അങ്ങനെ ശ്രീ ലോറൻസ് KSUവിന്റെ നേതാവായി മാറി. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം വളരെ വിദ്യാർത്ഥികളുടെ ഇഷ്ടപ്പെട്ട സ്നേഹിതനായിരുന്നു, സുഹൃത്തായിരുന്നു. കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. പക്ഷെ അധ്യാപകർക്കൊക്കെ അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രശസ്ത സാഹിത്യകാരനായ സാഹിത്യ വിമർശകനായ ഗുപ്തൻ നായർ സാറ്, ഇന്നും സജീവമായ കാവ്യരംഗത്ത് പ്രവർത്തിക്കുന്ന സാഹിത്യ നവോമണ്ഡലത്തിലെ തിളക്കമേറിയ അസാധാരണ വ്യക്തിത്വമായ പ്രൊഫസർ ലീലാവതി ടീച്ചർ, അവർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അവർ മാത്രമല്ല, വിക്ടോറിയ കോളേജിലെ അധ്യാപകർക്കൊക്കെ KP ലോറൻസിനെ ഇഷ്ടമായിരുന്നു. ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അന്ന് SF പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ KSF പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ വ്യത്യസ്ത തരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുമായിട്ടൊക്കെ സംഘടനാ രംഗത്തൊക്കെ അടുത്ത മത്സരമുണ്ടെങ്കിലും നല്ല സൗഹൃദം എല്ലാവരുമായും വെച്ചുപുലർത്താൻ ശ്രീ ലോറൻസിന് സാധിച്ചിരുന്നു. അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. അന്ന് KSU വിദ്യാർത്ഥി കോൺഗ്രസ് ലയനത്തിന് ശേഷം KSU നേതാവായി പാലക്കാട് ജില്ലയിൽ ഉടനീളം അദ്ദേഹം പ്രവർത്തിച്ചു. ഇതിനിടയിലാണ് വലിയ താമസം കൂടാതെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ഭിന്നിപ്പ് വന്നത്. ഈ ഭിന്നിപ്പ് വരുന്നതിന് മുമ്പ് പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസ് സമ്മേളനം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. ലോറൻസ് ആ സമ്മേളനത്തിന്റെ സംഘാടക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നു. അന്ന് ചന്ദ്രേനാണ് ജില്ലാ പ്രസിഡന്റ്, സ്വാഗത സംഘം ചെയർമാൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ പൂർണ്ണമായ പിന്തുണ, ദീർഘമായ ചർച്ചകൾ. ഞാനും ഇന്നും ഓർക്കുന്നുണ്ട്, ബാങ്ക് ദേശസാൽക്കരണം അനിവാര്യമാണ്, കേന്ദ്ര ഗവൺമെന്റ് ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ ദേശസാൽക്കരിക്കണം എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴങ്ങിയത് പാലക്കാട്ട് ചേർന്ന അന്നത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ശ്രീ AK ആന്റണി ആയിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. ശ്രീ വയലാർ രവി, ശ്രീ MA ജോൺ, അവരുടെയൊക്കെ സാന്നിധ്യം, സജീവ സാന്നിധ്യം അന്നുണ്ടായിരുന്നു. ഞാനന്ന് KSU ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഉമ്മൻചാണ്ടി പ്രസിഡന്റായിട്ടുള്ള KSU സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാനും ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനും ശ്രീ PC ചാക്കോയും. വളരെ സജീവമായ, ശ്രദ്ധേയമായ, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ആ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ ലോറൻസിന് നല്ല പങ്കുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വൈകാതെ തന്നെയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ പിളർപ്പുണ്ടായത്. ആ പിളർപ്പുണ്ടായതിനെ തുടർന്ന് ലോറൻസിന്റെ ഒരു കാര്യം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിന് തന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നു. തന്റെ നിലപാട് ഏതെങ്കിലും താൽപര്യങ്ങളെ മുൻനിർത്തി മാറ്റാൻ ഒരിക്കലും തയ്യാറല്ല. അന്നത്തെ കോൺഗ്രസ് ഭിന്നിപ്പിൽ സംഘടനാ കോൺഗ്രസ്
നേതൃത്വം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് ആഭിമുഖ്യം. അതുകൊണ്ട് തന്നെ സംഘടനാ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി, നേതാവായി അദ്ദേഹം മാറി. അന്ന് സംഘടനാ കോൺഗ്രസുമായി ആഭിമുഖ്യമുള്ള NSO എന്ന് പറയുന്ന നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, അതിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരനാണ്. സുധാകരൻ NSO പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആ പ്രതിനിധി സമ്മേളനത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിച്ചത്, ആ തെരഞ്ഞെടുപ്പ് നടത്തിയത് ശ്രീ KP ലോറൻസ് ആയിരുന്നു. KP ലോറൻസിന് വേണമെങ്കിൽ പ്രത്യേകിച്ചും അന്ന് ശ്രീ K. ശങ്കരനാരായണനുമായി അതുപോലെ അന്നത്തെ നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള ലോറൻസിന് അതേ ചെറിയ തലത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ, എല്ലെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ എത്താമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിലേക്കൊന്നും തിരിച്ചില്ല. തന്റെ ജോലി, തന്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിച്ച ശ്രീ K. സുധാകരനെ NSO പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പിന്നീട് അക്കാലത്ത് ശ്രീ ശങ്കരനാരായണനോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. പിന്നീട് കോൺഗ്രസിന്റെ പുനഃസമാഗമമുണ്ടായതിനെ തുടർന്ന് വീണ്ടും കോൺഗ്രസിലേക്ക് അന്ന് സംഘടനാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒരു തീരുമാനമെടുത്ത് ശ്രീ K. ശങ്കരനാരായണൻ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ലോറൻസും വളരെ സജീവമായി കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് വന്നു. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തനിക്കുള്ള രാഷ്ട്രീയമായ ബന്ധങ്ങൾ, രാഷ്ട്രീയമായ സ്വാധീനം, അത് ജനനന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചത്. തെറ്റായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. എപ്പോഴും താൻ തന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള തന്റെ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. ആരുടെ മുമ്പിലും തന്റെ അഭിപ്രായം നിർഭയമായി പറയാൻ അദ്ദേഹം തെല്ലും മടിച്ചില്ല. ഏത് വേദിയാണെങ്കിലും, ഏത് കൂട്ടായ്മയാണെങ്കിലും, ഏത് ചർച്ചയാണെങ്കിലും തന്റെ നിലപാടുകൾ കൃത്യമായി അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നു. ഒരാളോടും വ്യക്തിപരമായ പകയോ വിദ്വേഷമോ വെച്ചു പുലർത്തിയിരുന്നില്ല. പക്ഷെ നിലപാടുകളിൽ കർക്കശമായ ഒരു തീരുമാനമാണ് അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നത്. പാവപ്പെട്ടവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ ശ്രദ്ധ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു. ഒരു കാര്യം നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. KP ലോറൻസ് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവഗണിക്കപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് ആലോചിക്കുമ്പോൾ കുറ്റബോധവുമുണ്ട്. അർഹമായ തലങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കാതെ പോയി. അതിനുള്ള ആ ഉത്തരവാദിത്വം ഞങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കടന്നു വരാൻ തനിക്ക് പ്രത്യേകമായ താൽപര്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് ബന്ധമുള്ള ഒരാളോടും പറയാൻ തയ്യാറായിട്ടില്ല. എല്ലാവരുമായും അടുത്ത ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
ശ്രീ ശങ്കരനാരായണനുമായുള്ള അടുത്ത ബന്ധം, ആ നിരയുമായിട്ട് അടുത്ത ബന്ധം, ശ്രീ വയലാർ രവിയുമായി, ശ്രീ എ കെ ആന്റണിയുമായി, പിൽക്കാലത്ത് ശ്രീ കെ കരുണാകരനുമായി, എല്ലാവരുമായും നല്ല അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തേക്ക്, ഏതെങ്കിലും ഒരു പദവിയിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹം ഒരിക്കലും താൽപര്യപ്പെട്ടില്ല. സംശുദ്ധമായ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയം ജനനന്മയ്ക്ക് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹം. നമുക്കറിയാം, രാഷ്ട്രീയം ജനനന്മയ്ക്ക്, അധികാരം ജനക്ഷേമത്തിന്. ആ കാഴ്ചപ്പാടിന്റെ വക്താവായിരുന്നു അദ്ദേഹം. ശരിക്കു പറഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് അനഭിലഷണീയമായ പല പ്രവണതകളും ഉയർന്നു വരുമ്പോൾ, പ്രകടമായി വരുമ്പോൾ, ശ്രീ കെ പി ലോറൻസിനെ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ സന്ദേശമുയർത്തി ഒരു ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച ആ വ്യക്തികളെ നാം കൂടുതലായി കടപ്പാടോടുകൂടി ഓർക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന മൂല്യങ്ങൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ മൂല്യങ്ങൾ നമ്മുടെ പൊതുജീവിതത്തിൽ ചെലുത്തിയിരുന്ന സ്വാധീനം, വളരെയേറെ നിർണായകമായ കാര്യങ്ങൾ ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തരം രൂപപ്പെട്ട ഭരണഘടന, ഡോക്ടർ അംബേദ്കർ രൂപകൽപ്പന ചെയ്ത ഭരണഘടന, രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കർ രൂപകൽപ്പന ചെയ്ത നമ്മുടെ ഭരണഘടന, ഗാന്ധിയൻ മൂല്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഭരണഘടന, എല്ലാ ജനങ്ങളോടും നീതി പുലർത്തുന്ന ഭരണഘടന, നീതി ഉറപ്പുവരുത്തുന്ന ഭരണഘടന, അതിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതാണല്ലോ, ആ കാഴ്ചപ്പാടിലൂടെയാണല്ലോ ഉദാത്തമായ ജനാധിപത്യ സംവിധാനത്തെ നമ്മുടെ പൂർവികർ വിഭാവനം ചെയ്തത്. അതനുസരിച്ച് എത്ര സഹിഷ്ണുതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ആദ്യകാലങ്ങളിലൊക്കെ പ്രകടമായത്. സ്വാതന്ത്ര്യാനന്തരം ഭാരതം ഛിന്ന ഭിന്നമായി പോകും എന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ ചിലരുടെയെങ്കിലും ധാരണയെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോയത്. നമുക്കറിയാം, അന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 364 സീറ്റുമായി കോൺഗ്രസ് ജയിച്ചു. അന്ന് 16 സീറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു പ്രതിപക്ഷം. അംഗീകൃത പ്രതിപക്ഷം എന്നുള്ള ആ നിലയിലേക്ക് എത്തുന്നതിനുള്ള അംഗബലം അന്നില്ലെങ്കിലും ജനാധിപത്യവാദിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ആദരണീയനായ AKGയെ പ്രതിപക്ഷ നേതൃപദവി നൽകി അംഗീകരിച്ചു, ആദരിച്ചു. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യം തലയുയർത്തിപ്പിടിക്കുന്ന സാഹചര്യം. ആ അവസ്ഥയിൽ നിന്നും മാറി ഇത് നാം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചുള്ള വളരെയേറെ അഭിമാനവും ആവേശവും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന ചിന്തയിലാണ്. കുബേരനായ കുത്തക മുതലാളിയായ അദാനിക്ക് വഴിവിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രധാനമന്ത്രിയുടെ ആ നിലപാടിനെ വിമർശിച്ചപ്പോൾ കോൺഗ്രസ് പാർലമെന്റ് അംഗമായ രാഹുൽ ഗാന്ധി
പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം. പിന്നീട് ലോക്സഭയിലേക്ക് സാമൂഹ്യവിരുദ്ധനായ ഒരാൾ അതിന്റെ സന്ദർശക ഗാലറിയിൽ നിന്നും നടത്തറത്തിലേക്ക് ചാടി വീണ് അലങ്കോലപ്പെടുത്തിയപ്പോൾ അതേക്കുറിച്ച് ചർച്ച വേണം എന്നാവശ്യപ്പെട്ട സാഹചര്യത്തിൽ എല്ലാ കക്ഷിയിൽപ്പെട്ട എംപിമാരും ആവശ്യപ്പെട്ടപ്പോൾ അന്ന് 141 എംപിമാരെ സസ്പെൻഷനിൽ നിർത്തി നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ നടത്തിയ ജനാധിപത്യ വിരുദ്ധമായ നടപടി എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ സാധ്യമല്ല. എനിക്കെന്നല്ല, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ABCD തിരിച്ചറിയുന്ന ആർക്കും തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രേഖയിൽ നിന്നും നീക്കം ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ശുഭസൂചനയല്ല നൽകുന്നത്. ഇവിടെ ശ്രീ ഇസ്മയിലിനെ പോലെ പ്രഗത്ഭരായ പാർലമെന്റേറിയന്മാരുടെ സാന്നിധ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരള നിയമസഭയ്ക്കും ഒരു വലിയ പശ്ചാത്തലമുണ്ട്. ആദ്യത്തെ കേരള നിയമസഭ, 57 കേരള നിയമസഭ, ആദരണീയനായ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട PT ചാക്കോ പ്രതിപക്ഷ നേതാവ്, വിമോചന സമരം പോലെ അതിശക്തമായ രാഷ്ട്രീയ സമരം കേരളത്തിൽ ഉയർന്നു വന്നു. പക്ഷേ ഒരു ദിവസം പോലും ആ നിയമസഭ സ്തംഭിച്ചിട്ടില്ല. ആ നിയമസഭ ഏതെങ്കിലും തരത്തിൽ അലങ്കോലപ്പെട്ടിട്ടില്ല. മറിച്ച് ഗവൺമെന്റ് പറയുന്നതിന് കൃത്യമായ മറുപടി പ്രതിപക്ഷത്തിന്റെ നിലപാടിനോടുള്ള വിയോജിപ്പ് ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞ് ആ രീതിയിലുള്ള ഒരു പാർലമെന്ററി സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു പശ്ചാത്തലം കൃത്യമായി തലമുറകൾക്ക് പ്രദാനം ചെയ്യുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ പാർലമെന്റാകട്ടെ നിയമസഭകളാകട്ടെ ഇന്ന് നാം ആഗ്രഹിക്കുന്ന തലത്തിൽ നിന്നും വ്യതിയാനം വരുന്നു എന്നുള്ള നിർഭാഗ്യകരമായ ഒരു സാഹചര്യമുണ്ട്. ഞാൻ നിയമസഭാ സ്പീക്കറായിരുന്നപ്പോൾ ശ്രീ K. ഇസ്മയിൽ ഉൾപ്പെടെയുള്ള എന്റെ നിയമസഭയിലെ സഹപ്രവർത്തകർ അന്ന് നിരാഹാരം നടത്തിയത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. കേരളം ആദരിക്കുന്ന പ്രിയപ്പെട്ട ഗൗരിയമ്മ, പ്രിയപ്പെട്ട ശ്രീ K. ഇസ്മയിൽ, നമ്മുടെ ഇന്നത്തെ മന്ത്രി ചിറ്റൂർ MLA കൂടിയായ K. കൃഷ്ണൻകുട്ടി, ശ്രീ SR തങ്കരാജ്, ശ്രീ K. പങ്കജാക്ഷൻ എന്നിവരൊക്കെ അന്നത്തെ ഗവൺമെന്റിന്റെ ഒരു നിലപാടിനെതിരെ നിയമസഭയുടെ കവാടത്തിൽ നിരാഹാരമിരുന്നത് എന്റെ നിയമസഭാ സ്പീക്കർ എന്നുള്ള അക്കാലത്തെ ഏറ്റവും വലിയ ഒരു പരീക്ഷണമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുള്ളത് ഏതെങ്കിലും തരത്തിൽ ഒരു അപസ്വരമില്ലാതെ, ഏതെങ്കിലും തരത്തിൽ അഹിതമായ ഒന്നും സംഭവിക്കാതെ ആ പ്രതിഷേധ വികാരം മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ ക്ഷമാപൂർവം സഹിഷ്ണുതാപൂർവം ഉൾക്കൊള്ളാനും ശ്രീ K. കരുണാകരൻ നേതൃത്വം നൽകിയ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഗൗരിയമ്മയ്ക്ക് ശാരീരികമായ വളരെയേറെ അസ്വസ്ഥതകളുണ്ട്. K. പങ്കജാക്ഷന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. ശ്രീ ഷൺമുഖദാസിന് ചില പ്രയാസങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന നിരാഹാരം ചെയ്ത അന്നത്തെ ജനപ്രതിനിധികളിൽ ഇസ്മയിൽ അന്നും ആരോഗ്യപരമായി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ആരോഗ്യത്തോടു കൂടിയാണ് അദ്ദേഹം. കുറെ കൂടി ചെറുപ്പമാണല്ലോ. ഏതായാലും അന്ന് ഞാൻ ആലോചിക്കുകയാണ്, പ്രിയപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരൻ വൈകുന്നേരം എന്നെ വിളിക്കുകയാണ്, ശ്രദ്ധിക്കണം, ഗൗരിയമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഞാൻ അവർ നിരാഹാരം ചെയ്യുന്ന സമയം മുതൽ തന്നെ ഡോക്ടർമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാ വിധത്തിലുള്ള പരിചരണം നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും മുഖ്യമന്ത്രി കരുണാകരൻ, ഞാനതാണ് ആലോചിക്കുന്നത്, ആ പ്രതിപക്ഷ രംഗത്തുള്ള ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും സമരം ചെയ്യുമ്പോഴും അവരുടെ ആരോഗ്യം, ഗൗരിയമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് പങ്കജാക്ഷൻ
അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, ഷൺമുഖദാസിന്റെ ആരോഗ്യം ഒക്കെ കുറിച്ച് അന്ന് അദ്ദേഹം എന്നോട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. നമുക്ക് ദേശീയ തലത്തിലോ പാർലമെന്റിലോ നിയമസഭകളിലോ വിയോജിക്കേണ്ട വിഷയങ്ങളിൽ ശക്തമായി വിയോജിക്കാം. പക്ഷേ തെരഞ്ഞെടുത്ത ജനങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട്, ഭരണഘടനാ തത്വങ്ങളോട് കൂറ് പുലർത്തിക്കൊണ്ട്, അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സഭയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആ ജനാധിപത്യ നടപടിക്രമം വളർന്നു വരേണ്ടത്, നിലനിൽക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ഭാവിക്ക് അനിവാര്യമാണ്. നല്ല ജനാധിപത്യത്തിന് നല്ല ജനപ്രതിനിധികളുണ്ടാകണം. നല്ല ജനപ്രതിനിധികളുണ്ടാകണമെങ്കിൽ കെ.പി. ലോറൻസിനെ പോലെ സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ അവർക്ക് എക്കാലവും പിന്തുണ നൽകാൻ ലഭ്യമാകുകയും വേണം എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൽ അനഭിലഷണീയമായി വളർന്നുവരുന്ന തെറ്റായ പ്രവണതകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് തലത്തിലായാലും തെറ്റായ പ്രവണതകൾ, ശരിയല്ലാത്ത രീതികൾ, അത് ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോറൻസിനെ പോലെ സംശുദ്ധമായ ശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്നുള്ള നിലയിൽ നാം അഭിമാനത്തോടുകൂടി അവരെ ഓർക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വളർന്നുവരുന്ന, നമുക്കറിയാം, എത്രയോ ത്യാഗനിർഭരമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എത്രയോ പ്രവർത്തകരുണ്ട്. ജീവിതത്തിലൊരു പഞ്ചായത്ത് അംഗം ആകാൻ പോലും അവസരം കിട്ടാത്ത എത്രയോ പ്രവർത്തകരുണ്ട്. മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും, ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ആ തരത്തിലുള്ള പ്രവർത്തകരുണ്ട്. ഒരു സ്ഥാനവും ആഗ്രഹിക്കാത്തവർ, ഒരു സ്ഥാനത്തിന് വേണ്ടിയും മുന്നോട്ട് വരാത്തവർ, അവരാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. പക്ഷേ അവരെ പോലും നിരാശരാക്കുന്ന രീതിയിൽ തെറ്റായ പ്രവർത്തനങ്ങളുമായി, ഏതെല്ലാം തലങ്ങളിൽ തെറ്റായ പ്രവണതകളുമായി ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ അത് ശ്രദ്ധിച്ചുകൊണ്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ശരിയല്ലാത്തതിനെ ശരിയല്ല എന്ന് നോക്കിക്കാണാനും ശരിയല്ലാത്തതിനെ ഇല്ലാതാക്കാനും ശരിയുടെ രാഷ്ട്രീയം രാജ്യവ്യാപകമായി വളർന്നു വരാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകത അതുതന്നെയാണ്. എന്തെല്ലാം ദോഷങ്ങൾ വന്നാലും അതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി വളർന്നുവരുന്ന തെറ്റായി പ്രവണതകൾ ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, പൊതുസമൂഹത്തിൽ ഒരു ശുദ്ധീകരണത്തിനുള്ള സാഹചര്യം വളർത്തിക്കൊണ്ടുവരുന്നതിന് ലോറൻസിനെ പോലുള്ള ആളുകളുടെ ചിന്ത, സ്മരണ നമുക്കെല്ലാം എന്നെന്നും പ്രചോദനകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരനായ, പ്രിയ സുഹൃത്തായ കെ.പി. ലോറൻസിന്റെ ഒരിക്കലും മരിക്കാത്ത സ്മരണകൾക്ക് മുന്നിൽ ഞാൻ എന്റെ ആദരാഞ്ജലികൾ, സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു.